SIR-നെതിരായ പ്രമേയം കേരള നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. ഏകകണ്ഠമായാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രമേയം കേരള നിയമസഭ പാസാക്കിയിരിക്കുന്നത്. VS അനുവാണ് നിയമസഭയിൽ നിന്നും ചേരുന്നത്. അനു, അങ്ങനെ പ്രമേയം പാസാക്കിയിരിക്കുന്നു കേരളം, അല്ലേ? തീർച്ചയായും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിനെതിരായിട്ടുള്ള പ്രമേയം കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ബീഹാറിലടക്കം നടന്ന ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എത്രയോ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്, അതേസമയം ചിലരെ കൂട്ടിച്ചേർത്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ സുതാര്യമായ ഇടപെടലാകണം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ചില ആശങ്കകൾ ഉണ്ട്. എങ്ങനെയാണ് ഈ നടപടികൾ കേരളത്തിൽ നടക്കുക എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. ജനാധിപത്യ പരമായി തന്നെ ചില ആശങ്കകളുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പറയുന്നു. അതിനുശേഷം സംസാരിച്ച ലീഗ് MLA മാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ MLA മാരടക്കം മുഖ്യമന്ത്രി അഭിനന്ദിച്ചും ഈ പ്രമേയത്തെ അംഗീകരിച്ചുമാണ് സംസാരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നടക്കുന്നതെന്നാണ് പ്രമേയത്തിലൂടെ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. രണ്ട് പ്രധാനപ്പെട്ട ഭേദഗതികൾ ഈ പ്രമേയത്തിൽ N. ശംസുദ്ദീൻ നിർദ്ദേശിച്ചു. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് മാത്രമാണ് ഒന്നാം പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത്. അവിടെ അതിനു മുമ്പ് കേന്ദ്രം എന്ന് വേണം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വേണം എന്നുള്ള N. ശംസുദ്ദീൻ്റെ ഭേദഗതി മുഖ്യമന്ത്രി അംഗീകരിച്ചു. പ്രമേയത്തിൽ ആ ഒരു കേന്ദ്രം എന്നുള്ള ഭേദഗതി അംഗീകരിച്ചു, അതും കൂടെ ഉൾപ്പെടുത്തും. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നതിനോടൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നുകൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഭേദഗതി, അത് N. ശംസുദ്ദീൻ മാത്രമല്ല നിരവധി ഭേദഗതി നിർദ്ദേശങ്ങൾ പറഞ്ഞ നിരവധി പേർ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ളവർ. ഏതായിരുന്നാലും അതുകൂടെ അംഗീകരിക്കാൻ, ആ ഭേദഗതി കൂടി അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. അതായത് ബീഹാറിൽ ന്യൂനപക്ഷങ്ങൾ, അതായത് മുസ്ലിം വിഭാഗത്തിലുള്ളവർ മാത്രമല്ല ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ